മതസുഹൃത്തുക്കളുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആരാധനകളിലും കടന്നുകയറുന്നതിന്റെ പേരല്ല മതസൗഹാർദ്ദം. ഇന്ന് പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമ്മൾ കരോൾ വേഷം കെട്ടിയാലേ മതസൗഹാർദ്ദം ഉണ്ടാവൂ എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. നമ്മുടെ ആഘോഷങ്ങളിലേക്ക് നമ്മുടെ സഹോദരങ്ങളായ ക്രൈസ്തവരോ ഹൈന്ദവരോ ഉദ്ഹിയ്യത്തിന്റെയോ അല്ലെങ്കിൽ വലിയ പെരുന്നാളിന്റെയോ ചെറിയ പെരുന്നാളിന്റെയോ നിസ്കാരത്തിലേക്കോ മറ്റോ വരാറുണ്ടോ? തീർച്ചയായും ഇല്ല. ഓരോരുത്തർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ് ജീവിച്ചത്. മറ്റുള്ളവരുടെ ആരാധനകളിൽ ഇടപെട്ടുകൊണ്ടല്ല. ഇവിടെ സൗഹാർദ്ദത്തിന്റെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. അവരെല്ലാവരും അവരവരുടെ മതങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പരസ്പരം സ്നേഹത്തോടെ ജീവിച്ചു. അപ്പോഴാണ് സൗഹാർദ്ദം ഉണ്ടാവുക. പല മുസ്ലിം ചെറുപ്പക്കാരും ഇന്ന് കരോൾ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കാലമാണ്. പലരും പരിശുദ്ധമായ ദീനിന്റെ താക്കീതുകളെ വലിച്ചെറിയുന്ന കാലമാണ്. അപ്പൊ വിശ്വാസിയായ ഒരു മുഅ്മിനായ മനുഷ്യന് ഈ ആശയങ്ങളിൽ പങ്കുചേരാൻ കഴിയില്ല. അതൊരു ഭീകരവാദമോ തീവ്രവാദമോ ഒന്നുമല്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ലേ? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാള് എതിർ പാർട്ടിയുടെ കൊടിയും പിടിച്ച് അവരുടെ ജാഥയിലും പങ്കെടുത്ത് അവരുടെ സ്റ്റേജിലും പോയാൽ എന്താ ചെയ്യാ? ഉടനെ തന്നെ അയാൾ ഉള്ള പാർട്ടി ഏതാണോ ആ പാർട്ടി നടപടിയെടുക്കും. അങ്ങനല്ലേ? ഉള്ള പാർട്ടി ഏതാണോ എതിർ പാർട്ടിയുടെ കൊടി പിടിച്ചു പോയാൽ, എതിർ പാർട്ടിയുടെ സ്റ്റേജിലെത്തിയാൽ, എതിർ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചാൽ, അയാൾ നിൽക്കുന്ന ആശയം ഏതാണോ ആ പ്രസ്ഥാനം ഏതാണോ ആ പ്രസ്ഥാനം അയാൾക്കെതിരെ നടപടി സ്വീകരിക്കും. ദുനിയാവിലുള്ള ഭൗതികമായ താല്പര്യങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നവർ പോലും അവരവരുടെ ആശയത്തിൽ അത്ര കൃത്യമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ ആരെങ്കിലും പറയോ അത് മനുഷ്യാവകാശ ലംഘനമാണ്, ആ പോയതുകൊണ്ട് അവർ പോയിക്കോട്ടെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത് ചോദിക്കൂല. മറിച്ച് ഒരാശയത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കുക എന്നുള്ളത്, ഒരാശയത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത്, അതാണ് മനുഷ്യന് വേണ്ടത്. ആ ആശയം നമ്മുടെ ആശയമാകുന്ന പരിശുദ്ധമായ ഇസ്ലാം. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂല.